ஐயா வணக்கம். ஷாபாலாபா லாபா 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 ஷாக்காலாக்கா பேபி ஷாக்காலாக்கா லாக்கா லாக்கா മുത്തമിട തോടലയ ശകലകലകലക സുഗതൻ ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ്. RSS എന്ന് പറയുന്ന സംഘടന സുഗതനെ വിട്ടു പോകുന്നു, സുഗതനെ ഒഴിയുന്നു. RSSൽ നിന്ന് സുഗതൻ ഒഴിയുന്നു. സുഗതോ അയ്യോ. ഇങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവിടെ നിന്നും ഇറക്കാമെന്ന് കുറച്ച് ആൾക്കാർ വിചാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ FCRA നിയമം എന്ന് പറഞ്ഞ നിയമം വന്നു കഴിഞ്ഞ ശേഷം ഇവന്മാർക്ക് ഇരിക്കെ പൊറുതിയില്ല. ആസനത്തിൽ തീയിട്ടതുപോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യുവന്മാർ കടന്ന് ഓടുന്നത്. മാനം മര്യാദയ്ക്ക്, അതായത് അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുമുണ്ട് എന്ന് കൃത്യമായിട്ട് മാനം മര്യാദയ്ക്ക് കേരളത്തിലെ BJP നേതാക്കൾ ഇവരോട് പറഞ്ഞു. അതായത് ക്രിസ്ത്യൻ സമൂഹത്തോടല്ല, ഇവരുടെ മെത്രാന്മാരോടും ഇവരുടെ സഭാധ്യക്ഷന്മാരോടും മതമേലധ്യക്ഷന്മാരോടും എല്ലാം പറഞ്ഞു. പിന്നെ BJPക്ക് ഇത്തിരി ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കൂടുതലാണ്. അങ്ങനെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കൂടിയത് കൊണ്ടാണ് BJPയുടെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെല്ലാം പൊട്ടിത്തള്ളി വീട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്നും ജയിച്ചത് ക്രിസ്ത്യൻ വോട്ട് കൊണ്ടാണ് എന്ന് പല ആൾക്കാരും ഇപ്പോൾ പറഞ്ഞു നടക്കുന്നുണ്ട്. അങ്ങനെയല്ല. സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനാണ് അവിടെയുള്ള ക്രിസ്ത്യൻ മെത്രാന്മാരും സഭാധ്യക്ഷന്മാരും എല്ലാം ശ്രമിച്ചത് എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ജയിച്ചപ്പോൾ ജയിച്ചേ എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയുടെ ആ ഒരു എന്താ പറയുക ക്രെഡിറ്റ് ഇവരടിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സംഭവം ഇത് പറയാമെന്ന് വേറൊന്നുമില്ല. FCRA നിയമം വന്നല്ലോ. എന്താണ് FCRA നിയമം? നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ഫണ്ട് ഇതെന്തിനാണ് കൊണ്ടുവരുന്നത്, ഇത് നിങ്ങൾ എന്തിനാണ് ചെലവഴിക്കുന്നത് എന്ന് കൃത്യമായിട്ടുള്ള കണക്ക് നമുക്ക് കാണണം. അത് കാണണം. അതൊരു രാജ്യത്തിൻ്റെ ഒരു സെറ്റപ്പ് ആകുമ്പോൾ അങ്ങനെയൊക്കെ കാണണമല്ലോ, മനസ്സിലായില്ലേ? അത് കാണണമെന്ന് പറഞ്ഞതിനാണ് യുവമാർ ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നെഞ്ചത്തടിയും നിലവിളിയും. പിന്നെ ഇലക്ഷന് മുമ്പ് ഇവർ വലിയ ഡമ്പൊക്കെ കാണിച്ചിങ്ങനെ നിന്നും നോക്കട്ടെ, അച്ഛനോടൊന്ന് ചോദിക്കാം, അച്ഛൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വലിയ ഡമ്പൊക്കെ ആയിരുന്നു. പിന്നെ BJP നേതാക്കന്മാരറിയാമല്ലോ, അവരുടെ മുമ്പിൽ പോയി BJP നേതാക്കന്മാർ 10 വോട്ട് കിട്ടുമെങ്കിൽ എന്താ വിനീത വിധേയരായിട്ട് നിന്നു. അതായത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞാൽ നിന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ BJP നേതാക്കളെ കണ്ടപ്പോൾ ഞാൻ പച്ചയ്ക്ക് ചോദിച്ചു, ഇതുകൊണ്ട് വല്ല കീരും കിഴങ്ങും നടന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കൊണ്ട് നടന്നില്ല എന്നവർ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു ഹിന്ദു ഔട്ട്റീച്ച് ഉണ്ടാക്കുന്നതായിരുന്നില്ലേ ഇതിലും ഏറ്റവും ബെറ്ററായിട്ടുള്ള കാര്യം? കാരണം ഹിന്ദു ഔട്ട്റീച്ച്, അതായത് നിങ്ങളൊരു ക്രിസ്ത്യാനിയെ ഇപ്പോൾ ഔട്ട്റീച്ചാനായിട്ട് പോവുകയാണ്. ഈ ഔട്ട്റീച്ചാനായിട്ട് പോകുമ്പോൾ അപ്പുറത്തുള്ള ക്രിസ്ത്യാനി ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നാണോ നിങ്ങളുടെ വിചാരം? പോട്ടെ, നിങ്ങളൊരു ഹിന്ദുവിനെ ഇവിടെ സഹായിക്കാനായിട്ട് പോവുകയാണ്. അവനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലോ കോൺഗ്രസ്സുകാരനാണെങ്കിൽ പോലും നിങ്ങൾ അവൻ്റെ വീട്ടിൽ ഓണത്തിന് 10 കിലോ അരി വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഇത് കാണുന്ന അപ്പുറത്തെ വീട്ടിലുള്ള 10 ഹിന്ദുക്കൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യും. അവർ BJP വിരുദ്ധരാണെങ്കിൽ പോലും ഇങ്ങനൊരു സംഭവം അവിടെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യും. അതാണ് ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു സാധനം. അപ്പോൾ ആ ഒരു ഔട്ട്റീച്ച് ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ സത്യം പറഞ്ഞാൽ BJP നേതാക്കളൊക്കെ എന്നോട് പറഞ്ഞത്, ഞങ്ങൾ ഹിന്ദു ഔട്ട്റീച്ച് ഉണ്ടാക്കി ധനുഷേ. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടാക്കി? അതായത് ഹിന്ദു ഔട്ട്റീച്ച് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സഭകളെയും ആ സമുദായങ്ങളെയും നേതാക്കളെയൊക്കെ ഞങ്ങൾ വിളിച്ച് പാർട്ടി ഓഫീസിനകത്ത് അടച്ചിരുത്തി നമ്മൾ വലിയ ചർച്ചകൾ നടത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ നടത്തിയല്ലേ, നന്നായി ഇങ്ങനെ തന്നെ മുന്നോട്ട്, ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ, പോ എന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദു ഔട്ട്റീച്ച് നടത്തുന്നത് ആരും അറിയാൻ പാടില്ല. ഇപ്പം താക്കോൽ ഇവിടെ ഇരിപ്പുണ്ട്, അവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്നില്ല. പക്ഷേ ക്രിസ്ത്യൻ ഔട്ട്റീച്ചോ എല്ലാവരും അറിയണം. മുസ്ലിം ഔട്ട്റീച്ചോ അത് പിന്നെ എല്ലാവരും അറിയിക്കും ഞങ്ങൾ എന്ന് പറഞ്ഞ് നേരെ മുസ്ലിം ഔട്ട്റീച്ചിനും ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞ് കേക്കും കൊണ്ട് സഭയിലോട്ട് പോകും. ഇത് കാണുന്ന മാധ്യമപ്രവർത്തകരും ബാക്കിയുള്ള ക്രിസ്ത്യാനികളും സംഘപരിവാർ ഔട്ട്റീച്ച് നടത്തും. അതായത് സംഘപരിവാറിനെ എങ്ങനെ അടിച്ച് പുറത്താക്കാമെന്നുള്ള ഔട്ട്റീച്ച് അവന്മാർ അതിൽ ശക്തമായിട്ട് നടത്തും. മറിച്ച് മറ്റേടത്തൊരു ഔട്ട്റീച്ച് 4 ആൾ അറിയാൻ നടത്തിയില്ലെങ്കിൽ ഈ പ്രശ്നമില്ല. എന്തായാലും FCRA ബില്ല് വന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതയുണ്ടായിരുന്നു. ഈ അസ്വസ്ഥതയൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശക്തമായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ പൊട്ടിത്തള്ളിയല്ലോ. 3 വോട്ട് മാത്രമേ ഷോൺ ജോർജ് പൊട്ടി, PC ജോർജ് പൊട്ടി, അങ്ങനെ എല്ലാവരും നിരത്തി പൊട്ടുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഷോൺ ജോർജ് ഒരു പ്രസ്താവന ഇറക്കി, ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഉണ്ട്, അല്ലാതെ അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടില്ല എന്നുള്ളൊരു സെറ്റപ്പ് ഇനിയില്ല എന്ന് ഷോൺ ജോർജ് പറഞ്ഞു. അത് വളരെ ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നു, അവർ നമ്മളെ ബാക്ക് സ്റ്റാബ് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പിന്നെ എന്തിനാണ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വന്ന് ചോദിച്ചോ, അത്ര മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനി കേക്കും കൊണ്ട് അങ്ങോട്ട് വരില്ല, ഇങ്ങോട്ട് വന്ന് ചോദിക്കും എന്നാണ് നമ്മുടെ ഷോൺ ജോർജ് കൃത്യമായിട്ടുള്ളൊരു നിലപാടാണ്. ഇപ്പോഴിതാ FCRA എന്ന് പറയുന്ന ഈ ബില്ല്, ആ ബില്ലിൻ്റെ ഭേദഗതി വരാൻ പോവുകയാണ്. കഴിഞ്ഞ പാർലമെൻറ്റിൽ അത് പാസ്സായില്ല, ഭയങ്കര ബഹളമായിരുന്നല്ലോ, അതുകൊണ്ട് അത് പാസ്സായില്ല. അടുത്ത പാർലമെൻറ്റിൽ മിക്കവാറും അത് പാസ്സാവും. ഇനി നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ ഒരു വഴി മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ട് കാണുന്നുള്ളൂ. എന്താണ് ആ വഴി? സ്നേഹത്തിൻ്റെ വഴി. ഇനി ദൈവത്തിൻ്റെ വഴി എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരെല്ലാം കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് സംഭവം? നരേന്ദ്രമോദിക്ക്
ഈ ബില്ല് പാസ്സാകാതിരിക്കാൻ, അതായത് FCRAയിൽ ഒരു ശുഭവാർത്ത കേൾക്കാനായിട്ട് പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തുക, ഇത് മാത്രമാണ് ഞങ്ങളുടെ മുമ്പിൽ ഇനിയുള്ള എന്നുള്ളൊരു സാധനമാണ് ഇവർ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാധനമെന്ന് പറയുന്നത്. ഈ സംഭവം ഞാൻ എടുക്കില്ലായിരുന്നു. സംഭവം ഇത് എനിക്ക് ഒരു മതത്തെയോ ഒരു വ്യക്തിയോ ഒരു വിശ്വാസത്തെയോ ഹനിക്കാനൊന്നും ഒരു താല്പര്യമില്ല. പക്ഷേ പൊളിറ്റിക്സിൽ അവന്മാർ കയറി ഇടപെടാൻ പാടില്ല. മനസ്സിലായില്ലേ? അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും FCRA ബില്ല് കൊണ്ടുവരാതിരിക്കാനുമായിട്ട് ഈ യോഗം നടത്തുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, കൊന്ത ചൊല്ലണം, ജപമാല, പിന്നെ കുർബാന, ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നാണ് CBCI പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ, ഈ ബില്ല് പാസ്സാകാൻ പാടില്ല. ഈ ബില്ല് പാസ്സാകാതിരിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ ഒന്നെങ്കിൽ താഴെ പോകണം, ഇല്ലെങ്കിൽ നരേന്ദ്രമോദി മരിക്കണം. ഇത് രണ്ടും നടന്നാൽ മാത്രമേ ഈ ബില്ല് ഇനി പാസ്സാകാനായിട്ട് സാധ്യതയുള്ളൂ. കേന്ദ്ര സർക്കാരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവിടെ എനിക്ക് തോന്നുന്നു ഈ യേശു ക്രിസ്തുവിനും അള്ളാഹുവിനുമൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി, മോനെ നീ അവിടെ ഇരിക്കുക, ഇവന്മാർക്കൊക്കെ ഇത്തിരി കുന്തളിപ്പ് കൂടുതലാണ്, അടിച്ചു ഒതുക്ക്. മറ്റേ ഈ ചാട്ടവാറെടുത്തൊരു യേശു ഉണ്ടല്ലോ, ചാട്ടവാറെടുത്ത ആ സെറ്റപ്പാണ് യേശു ഇപ്പോഴെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 293 സീറ്റ് വന്ന മോദി ഇപ്പം കേവല ഭൂരിപക്ഷം, അതായത് 2/3 ഭൂരിപക്ഷത്തിൻ്റെ അടുത്തെത്തുകയാണ്. 362 സീറ്റിൻ്റെ അടുത്തെത്തുകയാണ്. അങ്ങേര് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ യേശു ആരുടെ കൂടെയാണ്? മോദിയുടെ കൂടെയാണോ അതോ ഇവരുടെ കൂടെയാണോ? യേശു ഇവർ പ്രാർത്ഥിക്കും തോറും യേശു മോദിക്ക് കൂടുതൽ പവർ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. നീയൊക്കെ അനുഭവിലട എന്ന് പറഞ്ഞുകൊണ്ട്, അമ്മാതിരിയാണ് നീയൊക്കെ ഇവിടെ കിടന്ന് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യം പറഞ്ഞാലും യേശു ഇങ്ങനെ മോദിക്ക് ഇങ്ങനെ പവർ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ ഉസ്താദുമാരിൽ ചില ആൾക്കാർ ഇത് പറയുന്നുണ്ട്. അതായത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഹിതമാണ് ഭൂമിയിൽ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മോദി വന്നതും അള്ളാഹുവിൻ്റെ ഹിതമല്ലേ? ആണ്. അപ്പം എന്താ, മോദി അംഗീകരിക്കുക, ആ ഭരണത്തിൻ്റെ കീഴിൽ അടങ്ങി ഒതുങ്ങി മുന്നോട്ട് പോവുക, അത്ര മാത്രമേ ഉള്ളൂ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സംഭവം ഇത് തന്നെയാണ്, കറക്റ്റാണ്. അതായത് ഇപ്പം CBCI 28-ന് പ്രാർത്ഥനാ ദിനാചരണത്തിന് ആഹ്വാനം നൽകിയിരിക്കുകയാണ്. ഇതര സഭാ വിഭാഗങ്ങളുമായി കൈകോർത്ത് സംയുക്ത പ്രാർത്ഥനാ കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനും വിശുദ്ധ കുർബാന, ആരാധന, ജപമാല, ഉപവാസം തുടങ്ങിയവ നടത്താനും നിർദ്ദേശമുണ്ട്. കൂടാതെ സമാധാനപരവും ജനാധിപത്യപരവുമായ രീതിയിൽ ആശങ്കകൾ പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി രൂപതകളും ഇടവകകളും ഒപ്പുകൾ ശേഖരിച്ച് നിവേദനങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ മുഖേന കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും സർക്കുലറിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ്? അല്ലെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ച് ഇതായിക്കോട്ടെ, ഇനി പിന്നെ എന്തിനാണ് ഒപ്പിട്ട് ഇനി അത് നരേന്ദ്രമോദിക്ക് അയക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവും. അവിടെ നിന്ന് എന്തായാലും കിട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ ഇനി ഇത് നടപ്പിലാക്കും ഉറപ്പായിട്ടും. ഇപ്പം മുനമ്പത്തിന് അടിച്ച് കിട്ടിയല്ലോ, അതായത് മുനമ്പം അത് വഖഫ് ബോർഡിൻ്റെ പോർട്ടലിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്തല്ലോ. ഇപ്പം ഇനി അടുത്ത വരാനിരിക്കുന്നേ ഉള്ളൂ, അത് വരുമ്പോൾ കാണാം. അപ്പോൾ അതുപോലെ FCRA എന്ന് പറയുന്ന സാധനം പോയി, അതിന് കിട്ടില്ല, അത് പോയി. ഈ FCRA വഴി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഈ അമേരിക്കയും ഈ യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഉടനെ ഈ ഫണ്ട് ഇറക്കുമല്ലോ ഇങ്ങോട്ട്. എങ്ങനെയാണ് ഫണ്ട് വരുന്നത്? FCRA വഴി, NGO വഴി, ഇങ്ങനെയൊക്കെയാണ് ഈ ഫണ്ട് ഇങ്ങനെ ഇവിടെ നിരന്തരമായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. എസ്പെഷ്യലി എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴിയാണ് ഇവിടെ ഫണ്ടുകൾ നിരന്തരമായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ആ സംഘടനകൾ വഴിയാണ്. ഇപ്പോഴും വരാനുള്ള വഴി ഉണ്ട്, അത് തുറന്നിട്ടിട്ടുണ്ട്, ഇപ്പോഴും വരാനുള്ള വഴികൾ തുറന്നിട്ടിട്ടുണ്ട്. ഈ ഫണ്ടുകൾ വരുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സ്കോളർഷിപ്പ് എന്നുള്ള രീതിയിൽ പുറത്തുനിന്ന് ഫണ്ട് വരും. ഈ ഫണ്ട് ഇവർ സ്കോളർഷിപ്പിനും വലിയ പ്രോജക്ട്സിനും ഈ റിസർച്ചിനും എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഫണ്ട് ഇവരെന്ത് ചെയ്യും? ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പറയാൻ സമയമാകുമ്പോൾ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ അലുമിനി കിലുമിനി എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം നടത്തുന്ന അറിയാലോ, മഹാരാഷ്ട്രയിലും അവിടെ ഇവിടെയുള്ള ടീമൊക്കെയാണ് മഹാരാഷ്ട്രയിൽ പോയി നടത്തുന്നത്. അതായത് ഈ ഫണ്ട് കൊടുത്തുകൊണ്ട് നേരെ മഹാരാഷ്ട്രയിലെ കുഗ്രാമങ്ങളിലോട്ട് പോകും. കുഗ്രാമങ്ങളിലോട്ട് പോയിട്ട് അവിടെയുള്ള ഈ ദൈവത്തിൻ്റെ അനുയായികളായിട്ട് നടക്കുന്ന ആൾക്കാരുടെ കയ്യിൽ, അതിപ്പോൾ ആണായാലും പെണ്ണായാലും, അത് ഏൽപ്പിച്ചിട്ട് അവിടെയുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇതിങ്ങനെ വിന്യസിക്കും. ഇതാണ് ഇവിടെ നടത്തുക. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയിലേക്ക് മറ്റേ മാസമായിട്ടുള്ള സാധനത്തിൽ നിന്ന് കുറഞ്ഞ് മാസിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ ലൂസായി, ആ രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അമേരിക്ക ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ദ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് ഇപ്പോൾ അവിടെ വരികയാണ്. മലാക്ക കടലിടുക്കിൻ്റെ അടുത്ത് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് വരികയാണ്. നാളെ ചൈന തായ്വാനെ ആക്രമിച്ചാൽ നമുക്കൊന്നും സംഭവിക്കാതിരിക്കാനാണ് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ്. ചൈന നമ്മളെ ആക്രമിച്ചാൽ നമുക്കൊന്നും സംഭവിക്കാതിരിക്കാനാണ് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ്. ലോകത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന നമ്മുടെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് വരാനാണ് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ്. ഇത് വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ഇന്ത്യൻ ഓഷനിൽ അവന്മാർ കിടന്ന് പൊളയ്ക്കുന്നുണ്ട്, ചൈനയും കിടന്ന് പൊളയ്ക്കുന്നുണ്ട്, തെണ്ടി പോവും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചൈനയൊക്കെ ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് ഇപ്പോൾ വരാനായിട്ടൊരു പ്ലാൻ ഇടുമ്പോൾ ഫണ്ട് ഇറക്കും. എങ്ങനെയെങ്കിലും ഒരു കലാപം ഉണ്ടാക്കി ഭരണം അങ്ങ് അട്ടിമറിക്കുക എന്ന് പറഞ്ഞു, ഒരു ജൻസി കലാപം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും മരിച്ചാൽ മതി, ഒരു ദളിതനെ അടിച്ചു കൊന്നു എന്നുള്ളൊരു വാർത്ത വന്നാൽ മതി, എല്ലാവരും കൂടെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് വലിയ കലാപത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയി. ഇപ്പം കണ്ടില്ലേ CJP എന്ന് പറഞ്ഞൊരു പാർട്ടി വന്നത്. എന്താണ് പാർട്ടിയുടെ ഉദ്ദേശം? സുപ്രീം കോടതി ജസ്റ്റിസാണ്
തെറി പറഞ്ഞത് യൂത്തിനെ. അത് തെറി പറഞ്ഞത് അയാളുടെ ഹർജിയുമായി ബന്ധപ്പെട്ട് അതിനകത്തുള്ള ആൾക്കാരെയാണ് പറഞ്ഞത്. ഉടനെ സുപ്രീം കോടതി ജഡ്ജിക്ക് വേണ്ടി ഇവിടെ സംഘടന ഉണ്ടാക്കി സുപ്രീം കോടതി ജഡ്ജിയെ തള്ളക്കി വിളിച്ചു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സംഘടന അവിടെ നിന്ന് നേരെ വന്ന അവന്മാരെ അജണ്ട മാറി നേരെ BJP അനുഭാവികൾ, BJP, നിതിൻ നബീൻ, അമിത്ഷാ, മോദി, റൂട്ട് ക്ലിയറാണ്. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, നാളെ മോദി രാജിവെക്കണം. ഈ പ്രക്ഷോഭം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ക്ലച്ച് പിടിക്കാനായിട്ട് പോകുന്നില്ല. 100% ഞാൻ എഴുതിത്തരാം, ഒന്നും ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. ഫണ്ടില്ലടേ, ഫണ്ടില്ലാത്തത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി യാത്രയ്ക്ക് കേരളത്തിലുള്ള നേതാക്കൾ പോലും ചോരാനായിട്ട് തെരുവിലോട്ട് ഇറങ്ങാത്തത്. അപ്പോൾ ആ ഫണ്ട് വരാനുള്ള വഴിയൊക്കെ നിർത്തി. ഇപ്പോൾ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് വന്നപ്പോഴും ഇതുപോലെ ഫണ്ട് ഒഴുകി വരേണ്ടതാണ്. ഫണ്ട് വന്നില്ല എന്ന് മാത്രമല്ല, ഈ FCRA അതും ഇതും NGO ഒക്കെ പൂട്ടിയതുകൊണ്ട് ഫണ്ട് വന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു വലിയ ജൻസി കലാപം ഉണ്ടായി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കലാപം ഉണ്ടായി, ഭരണമൊക്കെ അട്ടിമറിച്ച് വേറൊരു ഭരണം വന്ന് ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് നിന്നേനെ ഇന്ത്യ ഒരു സൂപ്പർ പവർ ആവുന്ന രീതിയിലൊക്കെ തടയാനായിട്ട് അവർക്ക് പറ്റിയത്. പക്ഷേ ഇപ്പോൾ അത് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അടച്ചു കഴിഞ്ഞു. ഇനി ഒരു രക്ഷയില്ല പൊന്നു മോനെ. ഇനിയിപ്പോൾ ഒരു രക്ഷയെന്ന് പറഞ്ഞാൽ ശാംബാള ബാല ബാല വിംബാള ബാല ബാല ഷാക്കാലാക്ക ബേബി 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 മുത്താമിയുടെ തോന്നാലയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സുഗതൻ്റെ മേലിൽ നിന്ന് ഒഴിയുന്നു RSS എന്ന ബാധ സാത്താൻ ഒഴിയുന്നു, എനിക്ക് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഇനി ചെയ്യാനായിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് ഇവിടെ പറയാനായിട്ട്. അപ്പോൾ എന്തായാലും പ്രാർത്ഥനാ ദിനാചരണം 28-ാം തീയതി നടക്കും. സന്തോഷമായിട്ട് നടക്കട്ടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോഴും യേശു ക്രിസ്തു നരേന്ദ്രമോദിയുടെ കൂടെയാണ്. പിന്നെ വേറൊരു കാര്യം, ഇത് ആരെയും ആക്ഷേപിക്കാനോ അപമാനിക്കാനോ ആണെന്നൊന്നും ദൈവം ഇത് വിചാരിച്ച് കളയരുത്. പൊളിറ്റിക്സിലോട്ട് ഇങ്ങോട്ട് ഇടപെടാൻ വരരുത്. അതും പൊളിറ്റിക്സിനകത്ത് പ്രാർത്ഥിച്ചങ്ങ് താഴെ ഇറക്കാം എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതൊക്കെ വളരെ ചീപ്പാണ്, വളരെ മോശമാണ്. നമ്മുടെ നരേന്ദ്രൻ മകൻ ജയകാന്തൻ മകൻ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ കുഞ്ചാക്കോ ബോബനെ ഓട്ടിക്കാനായിട്ട് ജനാർദ്ദനൻ കോഴിത്തല ആവാഹിച്ച് ശ്രീനിവാസൻ്റെ കൈ കൊടുത്തുവിടും. ശ്രീനിവാസം അടുത്ത് ഒറ്റ എറിഞ്ഞിട്ട് നമ്മുടെ ജനാർദ്ദൻ്റെ കരണക്കുറ്റി അടിച്ച് കൊടുത്തിട്ട് പറയും, ഇവിടെ ആൾക്കാർ ചന്ദ്രനിൽ പോകണം, അപ്പോഴാണ് അവൻ്റെ കോഴിത്തലയും ആടിൻ്റെ പൂടയും എന്ന് പറയുന്നൊരു സീനുണ്ട്. അതാണ് സത്യം പറഞ്ഞ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒന്നും തോന്നരുത്. അപ്പം ശരി.